അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനൊക്കെ? എല്ലാവർക്കും സുഖമല്ലേ? നമുക്ക് കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ, റാഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട്. നിങ്ങളെല്ലാവരെയും കൂട്ടാൻ വർത്താനം വിശേഷമൊക്കെ കമൻറ്റ് കൂടെ പറയാൻ മറക്കല്ലും. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ, ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബെല്ലും അമർത്തി കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ നോക്കി കൊടുക്കാനൊന്നും നിങ്ങളാരും മടിച്ച് നിൽക്കല്ലും. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പഴവും റവയൊക്കെ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. തൊലി കളഞ്ഞ് ചെറുതായി ഒന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ ദാ ഈ ഒരു ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് വേണം നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതങ്ങനെ മുഴുവനായിട്ട് നമ്മളിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിതാ പാൻ അടുപ്പത്ത് വെക്കുന്നുണ്ട്. ഒരു ടീസ്പൂണോ അല്ലെങ്കിൽ ഒരു 1.5 ടീസ്പൂണോളം നെയ്യൊക്കെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പഴം 2 എടുത്തുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചുകൂടി നെയ്യ് എടുക്കുന്നത് നന്നായിരിക്കും. അതിനനുസരിച്ച് നമുക്കിത് വളരെ പെട്ടെന്ന് തന്നെ വാടി കിട്ടും കേട്ടോ. പിന്നെ നെയ്യാവുമ്പോൾ അതിൻ്റെ ടേസ്റ്റും കൂടുതലാവും. അപ്പോൾ അതാ നമ്മൾ മുറിച്ച് വെച്ച പഴത്തിൻ്റെ പീസസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യണത്. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കണം. നല്ല പോലെ വാടി കിട്ടണം കേട്ടോ ഈ ഒരു ഐറ്റം. ഏകദേശം നമുക്ക് നല്ലപോലെ വാടിന്ന് തോന്നുന്ന ആ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് തേങ്ങ മാത്രമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. മധുരം ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഒട്ടും പഞ്ചസാര ചേർക്കാതെയും നമുക്ക് ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പം ഞാനിവിടെ നല്ല മധുരമുള്ള പഴമായതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് പഞ്ചസാര മാത്രമേ ഇതിലേക്ക് ആഡ് ചെയ്യണുള്ളൂ. നല്ലപോലെ മധുരം വേണം എന്നുള്ളവർക്ക് കുറച്ചുകൂടിയൊക്കെ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 ടീസ്പൂണോളം പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. നമ്മുടെ പഴം തന്നെ അത്യാവശ്യം നല്ല മധുരമുള്ള പഴമായിരുന്നു. ഇതാ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്കൊരു 1/4 കപ്പ് റവ കൂടി ചേർത്ത് കൊടുക്കാം. ഇതാ റവ കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മളിതാ ഇതുപോലെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. നമ്മളിവിടെ വറുത്ത റവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 1/4 കപ്പ് വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത്. റവയും നല്ലപോലെ വേവുന്ന വരെ ഇത് കണക്കിന് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്ന പോലെ ആക്കിയെടുക്കണം. അതിനുശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ആ ഒരു ടൈം നമ്മുടെ റവ ആയി വരുമ്പോഴേക്കും നമ്മുടെ പഴം അത്യാവശ്യം നല്ലൊരു ബ്രൗൺ കളറായി വരുന്ന ആ ഒരു ടൈം ആകുമ്പോഴേക്കുമേ നമ്മുടെ റവ വെന്തിട്ടുണ്ടാവുള്ളൂ കേട്ടോ. ഇപ്പോൾ അതാ ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ ഈ ഒരു മിക്സ് കിട്ടിയിട്ടുള്ളത്. ഇത് കണ്ടോ, നമ്മുടെ പഴം നല്ലപോലെ വേവായിട്ടുണ്ട്. ഇനി നമ്മളിത് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കണം. നമ്മൾ സ്പൂൺ വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ സ്മാഷർ വെച്ചിട്ടോ ഒക്കെ നമുക്കിത് ഉടച്ചെടുക്കാവുന്നതാണ്. നല്ലപോലെ ഒരുവിധം കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നമ്മളിത് ജസ്റ്റ് ഒന്ന് ഉടച്ചെടുക്കാം. ചെറിയ കട്ടകളൊന്നും കുഴപ്പമില്ല, പക്ഷേ എങ്കിലും ഇത് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ആവുന്ന രീതിയിൽ വേണം നമ്മളിതൊന്ന് ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളൊക്കെ അപ്ലോഡ് ആക്കിയതുണ്ട്. കാണാത്ത കൂട്ടുകാർ കാണാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട വിഭവങ്ങളൊക്കെ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മടിച്ച് നിൽക്കരുത് കേട്ടോ. അപ്പോൾ ദാ ഇത് നല്ലപോലെ ഒന്ന് ബ്ലെൻഡായി കഴിഞ്ഞാൽ നമുക്കിതാ ഇത് കണക്കിന് ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. ജസ്റ്റ് ഉരുളകളാക്കി എടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അതിന് ശേഷം വേണം നമ്മളിത് നല്ല പോലെ ആ ഒരു
ഇല്ലെങ്കിൽ വിണ്ട് നിൽക്കും കേട്ടോ. നല്ല പോലെ നമ്മൾ ഉരുളയാക്കി എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്നാക്ക് ഇങ്ങനെ വിണ്ട് നിൽക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതാ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് റെഡിയാക്കി എടുക്കാം. ഞാനിതാ ഈ ഒരു വലുപ്പത്തിൽ, നല്ല വലുപ്പത്തിലുള്ള ഉരുളയാണ്, 2-3 ചപ്പാത്തിൻ്റെ അളവിലാണ് നമ്മളിത് എടുക്കുന്നത് ഉരുളകളാക്കിയിട്ട് കേട്ടോ. അപ്പോഴാണ് നമുക്ക് നല്ലൊരു കട്ടിക്കുള്ള പലഹാരമായിട്ട് കിട്ടുക. ഒന്നെന്നെ കഴിച്ചാൽ വയറ് നല്ലോണം നിറയുന്ന രീതിക്കുള്ള ഒരു പലഹാരമായിട്ട് നമുക്ക് കിട്ടും. ഇതാ ഈ ഒരു ഷേപ്പിൽ നമ്മൾ ആക്കി എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി ബാക്കിയെല്ലാതും ഈ ഒരു പരുവത്തിൽ തന്നെ നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇത് വേണമെങ്കിൽ നമുക്ക് ചെറുതാക്കി എടുക്കാം. ഒരെണ്ണം കഴിച്ചാൽ തന്നെ വയറ് നിറയുന്ന രീതിക്ക് ആകണമെങ്കിൽ കുറച്ച് അധികം കനത്തിലെടുത്താൽ മതി. അപ്പോൾ ഇതാ ഞാനിവിടെ ഇത്രയും അളവിൽ 2 പഴം കൊണ്ട് ഞാൻ 5 സ്നാക്കാണ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഞാൻ അതിന് വേണ്ടിയിട്ട് ചീനച്ചട്ടിയിൽ ഒരല്പം എണ്ണ വെച്ചിട്ടുണ്ട്. ഒരുപാട് എണ്ണയൊന്നും വെച്ചിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കുറഞ്ഞ എണ്ണയിൽ തന്നെ നമുക്കിത് ശരിക്കും ഫ്രൈ ആയി കിട്ടും. അപ്പോൾ നമ്മൾ ഓവറായിട്ട് ഫ്ലെയിം കൂട്ടി വെക്കരുത്. ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വേണം വേവിച്ചെടുക്കാൻ കേട്ടോ. അമിതമായി ഫ്ലെയിം ആയി കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് അടിഭാഗമൊക്കെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. പഴമായതുകൊണ്ട് തന്നെ നമുക്ക് പഴം വളരെ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഒരു ഐറ്റം ആയതുകൊണ്ട് തന്നെ, അത്യാവശ്യം വാടിയ പഴമാണ്, അതുകൊണ്ട് തന്നെ നമുക്കിത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വേവായി കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ 2 ഭാഗവും മറിച്ചും തിരിച്ചും നമ്മൾ ബ്രൗൺ കളറായപ്പോൾ കോരി മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ സ്നാക്കും നമുക്ക് ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇത് ഞാൻ ഒരല്പം ഫ്ലെയിം കൂടിപ്പോയി, അതുകൊണ്ടാണ് ഇതിൻ്റെ അടിഭാഗം ഈ ഒരു രീതിക്കായത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഒട്ടും ഫ്ലെയിം നല്ലപോലെ ഓവറായി പോവരുത്. അപ്പോൾ നമ്മൾ മറിച്ചിടുമ്പോഴേക്കും അടിഭാഗം കരിഞ്ഞു പോകും കേട്ടോ. അങ്ങനെ നമ്മൾ മുഴുവനായിട്ടും ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇങ്ങനെ റെഡിയാക്കിയാൽ നല്ല ടേസ്റ്റ് ആയിട്ടാണ്, ഏത് നേരത്തും നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. ഇതാ ഈ ഒരു രീതിക്കാണ് നമ്മുടെ ഈ ഒരു സ്നാക്ക് കിട്ടിയിട്ടുള്ളത്. ആ റവ ഇങ്ങനെ അതിൽ തരിതരിയായി കിടക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഒപ്പം പഴം ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിട്ടാണ് നമുക്ക് ഈ ഒരു സ്നാക്ക് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഈ ഒരു 5 എണ്ണമാണ് നമുക്ക് ഈ ഒരു അളവിൽ കിട്ടിയിട്ടുള്ളത്. ഇന്നത്തെ നമ്മുടെ സ്നാക്ക് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടവരാരും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മടിച്ച് നിൽക്കരുത്. പിന്നെ ഞാനിതൊന്ന് പൊളിച്ച് കാണിച്ചു തരാം. ഉൾഭാഗം എത്രത്തോളം ആയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഉൾഭാഗമൊക്കെ നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.